SKSF ദേശീയ സമ്മേളനത്തിൽ അതിഥികളായി എത്തിയ രണ്ട് MP-മാർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളികൾക്ക് ഏറ്റവും അറിവുള്ള രണ്ട് പേർ. ഒന്ന് രാജ്യസഭാ MP ഹാരിസ് ബിരാൻ സാഹിബ്, ഒപ്പം തന്നെ ലക്ഷദ്വീപ് MP അബ്ദുള്ള സയ്യിദ് സാഹിബ്. രണ്ടുപേരും ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സംഗമത്തിൽ സംസാരിച്ച് അതിനുശേഷം പുറത്തേക്ക് വരികയാണ്. എങ്ങനെയുണ്ടായിരുന്നു SKSFൻ്റെ ഒരു നാഷണൽ സമ്മേളനത്തിൻ്റെ കൊൽക്കത്ത വേർഷൻ? എങ്ങനെയുണ്ട്? നമുക്കിപ്പോൾ SKSF കേരളത്തിൽ എന്താണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. SKSFിൻ്റെ മോട്ടോ തന്നെ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, എംപവർ, എലിവേറ്റ് എന്നാണ്. അതിൻ്റെ ഏകദേശം ആ 3 സ്റ്റേജസും നമ്മൾ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിക്കുള്ള എന്താണ് ഇവിടെ നമുക്ക് ലാക്കിംഗ് എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് ഒരു സംഘടന മുന്നോട്ട് വരുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് SKSFിൻ്റെ ഇന്നത്തെ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. SKSF കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ള പേരുള്ളൊരു സംഘടന, കേരള ബേസുള്ളൊരു സംഘടന ഉത്തരേന്ത്യയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റി തുടങ്ങിയിട്ട് വർഷങ്ങളായിപ്പോൾ. അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഔട്ട്കമുകൾ, പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമുകൾ ഇപ്പോൾ നമുക്ക് വന്നു തുടങ്ങിയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കൽക്കട്ടയിലെ ഈ കോൺഫറൻസിൽ എനിക്ക് കാണാൻ പറ്റിയത്. അതിയായ സന്തോഷമുണ്ട് എനിക്കതിനകത്ത്. ഞാൻ ആദ്യമായിട്ടൊരു അഭിനന്ദനം നേരുകയാണ്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സമിതിയിലേക്ക് താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടുപേരുണ്ട്. ഓക്കെ, അതായത് രണ്ടുപേർക്കും ആ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ആ ഒരു മേഖലയിലേക്കുള്ള ഒരു വരവ് എത്രമാത്രം, ഇപ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ ന്യൂനപക്ഷങ്ങൾ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ രണ്ടുപേരുടെയും ആ ഒരു കമ്മിറ്റിയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെ നിങ്ങൾക്ക് ഈ രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയൊക്കെ സമർപ്പിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിൽ സംസാരിച്ചുകൊണ്ട് വന്നിരുന്നൊരു വിഷയം അത് തന്നെയാണ്. നമുക്കിപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഈ ആക്രമണങ്ങൾ, പല രീതിയിലുള്ള ആക്രമണങ്ങൾ, നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അപരവൽക്കരിക്കപ്പെട്ടിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി നിർത്തുന്ന രീതിയിലേക്കുള്ള ഈ ഒരു സമീപനം, ആ സമീപനം തുടങ്ങി വെക്കുന്നതും അവസാനിക്കുന്നതും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണ്. കാരണം പോലീസും പോലീസ് രാജിൻ്റെയും നീതിയോ അല്ലെങ്കിൽ നീതി നിഷേധവുമാണ് അതിൻ്റെ എല്ലാം കാരണമായിട്ട് തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റിയിൽ വരുമ്പോൾ ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമങ്ങളുടെ വിഷയം ശരിയായ രീതിയിൽ ഉന്നയിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജനാബ് അബ്ദുള്ള സയ്യിദ് സാഹിബും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അത് ശരിയായിട്ട് രീതിയിൽ ഉന്നയിച്ചിട്ട് ശരിയായിട്ട് രീതിയിൽ അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഏത് രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഇനി കമ്മിറ്റി മീറ്റിങ്ങുകൾക്ക് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. താങ്കൾ ഇന്ന് ഇപ്പോൾ പോകുന്നുണ്ട്, പക്ഷേ താങ്കൾ ഈ കൗൺസിൽ അംഗം കൂടിയാണ് SKSFിൻ്റെ. അതെ, എനിക്ക് ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് നേരത്തെ നാഷണൽ കോൺഫറൻസിൽ ക്ഷണം കിട്ടിയിട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിഷമം ഇന്ന് തീർന്നു. കാരണം ഇത് 3ാമത്തെ നാഷണൽ കോൺഫറൻസാണ് SKSFിൻ്റെ. അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇന്ന് തിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്, പരിപാടി കഴിഞ്ഞതുകൊണ്ട്. ഈ സമസ്തയ്ക്ക് വളരെ വലിയ ജനകീയമായിട്ടുള്ള പിന്തുണയുള്ള ഒരു മണ്ണാണ് താങ്കളുടെ പിതാവ് PM സയ്യിദ് സാഹിബൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു വലിയൊരു മണ്ണ് അവിടെയുണ്ട്. SKSFിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? SKSFിൻ്റെ ലക്ഷദ്വീപിലെ പ്രവർത്തനം കേരളത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള നാട് കേരളമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കേരളത്തിലെ ഇൻഫ്ലുവൻസും കേരളത്തിലെ സമസ്തയുടെ ഒരു പ്രവർത്തന ശൈലി ലക്ഷദ്വീപിലും നമുക്ക് കാണാൻ സാധിക്കും. അതേ പ്രവർത്തന ശൈലി ഇന്ത്യയിലെ മറ്റുള്ള മുക്കയിലും മൂലയിലും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു ഉത്തരവാദിത്വം കൊണ്ടാണ് ഈ പറയപ്പെട്ട കോൺഫറൻസിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നത്. അപ്പോൾ ലക്ഷദ്വീപുകൾ വളരെ സജീവമായ രീതിക്കാണ് ഇപ്പോൾ SKSF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആഭ്യന്തര മന്ത്രാലയ സമിതിയിൽ അംഗങ്ങളായതുകൊണ്ട് തന്നെ അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചും ആ ഒരു രീതിയിലുള്ള വലിയ പ്രതിസന്ധി. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരിക്കും അതിനെ ക്രോഡീകരിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അത് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഓരോ വിഷയം എടുത്തിട്ട് ആ വിഷയത്തെ നമ്മൾ ഏത് രീതിയിലാണ് അതിന് പരിഹാരം കാണേണ്ടതെന്നുള്ളത്, അതിപ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ എതിരെയുള്ള അതിക്രമങ്ങളുടെ വിഷയമാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രതികരിക്കേണ്ടി വരും. നമുക്കിപ്പോൾ അറിയാം, ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അടിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ED ഉണ്ട്, CBI ഉണ്ട്, NIA ഉണ്ട്. ഈ വരുന്ന സംഗതികളിലെല്ലാം അതിനകത്ത് വിക്ടിംസായിട്ട് വരുന്നത് മിക്കവാറും ഈ പറയുന്ന
ന്യൂനപക്ഷങ്ങളായിരിക്കും, ന്യൂനപക്ഷ സമുദായാംഗങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഒരു ആൾക്കൂട്ട കൊലപാതകം ഉണ്ടാകുന്നു. ആൾക്കൂട്ട കൊലപാതകം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടാകുമ്പോൾ വർഗീയ വിഷം വിതയ്ക്കുന്ന രീതിയിലുള്ള സ്പീച്ചുകളാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഇതിനകത്ത് ആഭ്യന്തര മന്ത്രാലയം ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമായിരിക്കും നമുക്കവിടെ ചോദിക്കേണ്ടതും ആ ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടേണ്ടതും. അതിനുള്ള ശ്രമമായിരിക്കും നമ്മൾ നടത്തേണ്ടത്. ഈ ഒരു സമിതിയിലേക്ക് എത്തിപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു? താങ്കൾ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് കാണുകയാണ്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഹോം പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹോം അഫെയർസിൽ മെമ്പറായത് തീർച്ചയായിട്ടും ലക്ഷദ്വീപിൻ്റെ വിഷയങ്ങളും അതിനൊപ്പം തന്നെ മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളും, കാരണം പോലീസിംഗ് ആണ് ബേസിക്കലി ഹോം മിനിസ്ട്രീൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ഹോം മിനിസ്ട്രി ഇതാണ് കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ അതുകൊണ്ട് ലക്ഷദ്വീപിലെ MP എന്ന നിലക്കും പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഹോം അഫെയർസിൻ്റെ മെമ്പർ എന്ന നിലക്കും എൻ്റെ മുഖ്യ ഉത്തരവാദിത്തം ഇന്ത്യയുടെ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കുക, ഇന്ത്യയുടെ ജനാധിപത്യ മതേതരവും കാത്തു സൂക്ഷിക്കുക. ഇത് കാത്തു സൂക്ഷിച്ചാൽ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും സെറ്റാവും. അപ്പോൾ അതിന് ആണ് എൻ്റേതും ഹാരിസ് ബീരാൻ സാഹിബിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന എല്ലാ ശ്രമവും. എന്താണ്? ഭരണഘടന കാത്തു സൂക്ഷിക്കുക, മതേതരത്വം കാത്തു സൂക്ഷിക്കുക, ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുക. ഇവിടെ താങ്കൾ ഉത്തരേന്ത്യൻ മണ്ണ് വളരെ കൃത്യമായിട്ട് പഠിച്ച് അതിൽ ഗഹനമായ അറിവുള്ള ആളാണ്. ഈ കേരളത്തിൽ പലതരത്തിൽ SKSF ആവട്ടെ, ദാറുൽ ഹുദയുടെ ഹാദി ആവട്ടെ, സമസ്തയാവട്ടെ, ഈ സംഘടനകളൊക്കെ ഇവിടെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസപരമായ സാമൂഹികപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പദ്ധതികളൊക്കെ തയ്യാറാക്കി. എത്രമാത്രം സാധ്യതകൾ ഇവിടെ നിൽക്കുന്നുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഒരുപക്ഷെ ഇത്തരം ഓർഗനൈസേഷനുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരം വെല്ലുവിളി വരാൻ സാധ്യതയുണ്ടോ? സ്പേസ് എത്ര കിടക്കുകയാണ്? മുസ്ലിം സമുദായത്തെ നയിക്കാൻ പറ്റിയ ഒരു നേതാവിൻ്റെ അഭാവമാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മണ്ണുകളിൽ. നമ്മുടെ സംസ്ഥാനത്ത് വേണ്ട രീതിയിലുള്ള നേതാക്കന്മാർ എല്ലാ തലത്തിലുണ്ട്. രാഷ്ട്രീയപരമായിട്ടും സാമുദായികപരമായിട്ടും സംഘടനാപരമായിട്ടും ഒരുപാട് നേതാക്കന്മാർ നമ്മളെ ശരിയായ രീതിയിൽ നയിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഒരു കേരള മോഡൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. ഇവിടെ ഇപ്പോൾ സമസ്ത പോലത്തെ സംഘടനകൾ വന്നിട്ട് ഇതേപോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള ലോക്കൽ ആളുകളാണ് പിന്നെ നേതാക്കന്മാരായിട്ട് മാറേണ്ടത്. ആ ഒരു സംവിധാനം വരുന്നത് വരെ നമുക്ക് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. ആ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കേരള മോഡൽ പോലെ തന്നെ ഇവിടെ സമുദായം വളരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP-യും ഹംദുള്ള സയ്യിദ് MP-യും ഇവർ രണ്ടുപേരിലും ന്യൂനപക്ഷ ഇന്ത്യ ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. ആ പ്രതീക്ഷയോടൊപ്പം നമുക്ക് നടന്നു നീങ്ങാം. കൊൽക്കത്തയിൽ നിന്നും റാഷിദ് KVR.